ഇവിടെ ഈ ഡോർ എങ്ങനെ തുറന്നു പോയി? അതല്ല ബസ്സേ കയറിയാല് പിടിച്ചു നിൽക്കണമെന്ന് പോലും അറിയാത്തൊരുത്തൻ ശ്രദ്ധിച്ചത്, ഇവൻ വീഴുമ്പോഴും ഇവന്റെ മൊബൈലൊന്നും പിടിവിടുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങൾ: ഡോർ തുറക്കാൻ പാടില്ല, ആ കയ്യിലുള്ള മൊബൈലും പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കാൻ പാടില്ല. പിന്നെ ഏതെങ്കിലും വണ്ടിയെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇരിക്കുകയോ ഗ്രിപ്പുള്ള രീതിയിൽ നിൽക്കുകയോ എടുത്തടിച്ച് വീഴാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. സഡൻ ബ്രേക്കൊക്കെ ഇവിടെ വണ്ടികളിൽ സ്ഥിരമായിട്ടും സംഭവിക്കും. വേണേൽ കൂട്ടിയിടിച്ചാൽ പോലും പുറകെ നിൽക്കുന്നവന് അപകടം ഇല്ലായിരിക്കണം പിടിച്ചിരിക്കണം. സഞ്ജുട്ടയ്ക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ല മറ്റാരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓവർലോഡഡ് ആയിട്ട് നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ്സും പ്രൈവറ്റ് ബസ്സും ടിപ്പർ ലോറിയും തടി ലോറിയൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ഗുഡ്സ് ക്യാരേജ് വെഹിക്കിളൊക്കെ ലിമിറ്റിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ വെയിറ്റ് കൊണ്ടും ഹൈറ്റ് കൊണ്ടും ലെങ്ത് കൊണ്ടും കയറ്റിക്കൊണ്ട് പോയിട്ട് ഒരു എന്താ പറയുക ഒരു റിഫ്ലക്ട് പോലും പിടിപ്പിക്കാതെ പല വണ്ടികൾ ഇടിച്ചു കയറി പലരും മരിച്ചിട്ടുമില്ലാത്ത ഒരു പ്രത്യേക ശ്രദ്ധ സഞ്ജുട്ടൊക്കെ കാറിനകത്ത് വെള്ളത്തിനുണ്ട് എന്ന് കണ്ടെത്തുമ്പോൾ അത് ഡെയിലി ഇവിടെ നടക്കുന്ന വലിയ പോട്ടെ ഇത്രയും മയക്കുമരുന്ന്. ഇവിടെ ഈ കഞ്ചാവടിക്കാരെയും ഉത്തരഗ്രാം കൈ പിടിച്ച് കുറച്ച് സാധനമായിട്ട് പൊക്കുന്നവന്മാരാണ് കഞ്ചാവ് മാഫിയ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് കുറേ മനുഷ്യരുണ്ട്. അതാണ് ഒരു ഡ്രഗ് ലോഡ് എന്ന് പറയുന്ന സാധനമില്ല. ദൈവം ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും വിശ്വാസം. എല്ലാം ഒരിടത്തുണ്ട്, ഇതിനൊക്കെ മുന്നിൽ ഒരാളുണ്ട്. പക്ഷേ ഡ്രഗ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഡ്രഗ് ലോഡ് ഇല്ല. കേരളത്തിലെങ്ങും ഇല്ല. ഇന്ത്യയിൽ ഇവിടെ നിങ്ങൾ ഡ്രഗ് ലോഡ്സിനെ പിടിക്കുന്നുണ്ടോ? എന്തെങ്കിലും നാട്ടിൽ നിന്ന് ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ ഈ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ജയിലില്ലാതായി കുറ്റവാളികൾ കുറഞ്ഞു എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യും, അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ട ചികിത്സയോ സഹായം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ക്രിമിനൽസ് ഉണ്ടായി കഴിയുമ്പോൾ ആ ക്രിമിനൽസിനെ ശിക്ഷിക്കണം, അവനെ ശിക്ഷിച്ച് ആനന്ദിക്കണം, തലവെട്ടണം, കൈവെട്ടണം എന്നൊക്കെ പറയുന്ന കാടൻ സംസ്കാരത്തിൽ നിന്ന് തൊട്ട് മുന്നോട്ട് വരാത്ത ഒരു ജനമാണ് നമ്മൾ. അമ്പലം, പള്ളി, റിലീജിയൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പ്രാർത്ഥിച്ചാൽ ഡ്രഗ് മാഫിയ നിൽക്കൂടെ? ഇല്ല. പ്രാർത്ഥിച്ചാൽ ഇവിടുത്തെ റോഡ് നന്നാവുമോ? ഇല്ല. ശബരിമലയിലോട്ട് കോടികൾ വന്നു പറഞ്ഞേക്കണം. അതിൽ കൂടുതൽ മദ്യവെച്ചാൽ ചിലപ്പോൾ ശരിയാവും കേട്ടോ. കാരണം ഗവൺമെൻറ്റിനുള്ള റവന്യൂ ഒന്നതാ. 100 പേരെ പറഞ്ഞു വിടരുത്, 1000 പേരും ദുരിതത്തിലാവട്ടെ, കമ്പനിയും പൂട്ടിപ്പോട്ടെ എന്ന ഒരു നയം വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ പലതും നടക്കാതെ പോകുന്നതും പൂട്ടിപ്പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു പോയി. പറഞ്ഞു വന്നത് ഈ ഡോർ തുറക്കാൻ അങ്ങനെ തുറന്നു പോകാൻ പാടില്ല കേട്ടോ MVD. പിന്നെ അതുപോലെ തന്നെ പിടിച്ചിരിക്കണം. യാത്രക്കാരനോട് പറയാനുള്ളത് നിങ്ങൾ പിടിച്ചിരിക്കുക. പിന്നെ കണ്ടക്ടറോട് പറയാനുള്ളത് ആളെ അങ്ങനെ നിർത്തരുത്. മനസ്സിലായി? അയാൾ ഇരിക്കാനോ അല്ല പിടിച്ച് നിർത്താനോ ഉള്ള സെറ്റപ്പ്. ഡോറിൻ്റെ അവിടെ ആരും നിർത്തരുത്. അത്രേ ഉള്ളൂ പറയാം. ഇത്രയൊക്കെ ചെയ്യണം. പൊന്നാട പോരാ, തീരെ പോരാ. പൊന്നാട ഒട്ടും പോരാ കേട്ടോ. പൊന്നാട പോരാ. ട്രാൻസ്പോർട്ട് ബസ്സിനകത്തൊരു കണ്ടക്ടർ ഒരു ആളെ രക്ഷിക്കുന്നു. അതായത് ബസ്സിൽ കയറി നിന്നിട്ട് വളവ് എടുത്ത സമയത്ത് തെന്നി ഡോറ് തുറന്ന് താഴേക്ക് വീഴാൻ പോയ ആളെ കൈ പിടിച്ച് രക്ഷിച്ചു. കൃത്യസമയത്തുള്ള റിഫ്ലക്സ് ആക്ഷന് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവരും അർപ്പിക്കുന്നു. MVD പ്രോത്സാഹിപ്പിക്കുക അല്ല എന്താ പറഞ്ഞാൽ പ്രോത്സാഹന സമ്മാനം എന്നാണ് കേട്ടത്. പൊന്നാട അണിയിക്കുന്നു. ഇങ്ങനെ പല പരിപാടികൾ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലഡ് വന്നപ്പോൾ കുറച്ച് തുണി കൊടുത്ത ആൾക്കാരെ പ്രശംസിക്കുകയൊക്കെ ചെയ്യും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞൊരു സംഭവത്തെ പറ്റിയൊന്നും ആരും ചിന്തിക്കത്തൊന്നുമില്ല. നമ്മൾ ക്യൂറും ചിന്തിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ബസ്സിൽ കയറിയപ്പോഴേ ഈ സീൻ കണ്ടപ്പോഴേ എല്ലാവരും ഓക്കെ, അയാൾ പിടിച്ചു, സംഭവം കൊള്ളാം, മിന്നൽ മുരളി, സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്തോ ആയിക്കോട്ടെ, വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതല്ല. MVD വന്നിട്ടാണെങ്കിലും ഇപ്പോൾ സഞ്ജു ടെക്കിയുടെ വണ്ടിക്കകത്ത് വെള്ളം കണ്ടതുപോലത്തെ ഒരു സാധനം, അതാണ് ഏറ്റവും വലിയ സംഭവം. കേരളത്തിൽ ഏറ്റവും ഓവർലോഡഡ് ആയിട്ട് ഓടിച്ച വണ്ടി സഞ്ജു ടെക്കിയുടെ കാറിനുള്ളിൽ വെള്ളമായിരുന്നു. ഇവിടെ ഓവർലോഡായിട്ട് എന്നും പോകുന്ന വണ്ടികൾ, പിന്നെ ഓവർ സ്പീഡ്, റാഷ് ഡ്രൈവിംഗ്, ഓവർടേക്കിംഗ്, എല്ലാം നിയമവിരുദ്ധമായ, ഇപ്പോൾ കാറിൽ വെള്ളം നിറച്ചുകൊണ്ട് പോകരുത് എന്നുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാത്തൊരു സംഭവമായിരിക്കും. എന്നും ചെയ്യേണ്ട ആളുകൾ ഈ നിയമം എഴുതി വെച്ചിട്ടുണ്ട് പലയിടത്തും, ഇവിടെ ഇത് ചെയ്യരുതെന്ന്. അവിടെ അത് തെറ്റിക്കുന്നവർക്കില്ലാത്ത അത്രയും വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. സഞ്ജു ടെക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ല മറ്റാരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് MVD ഇടപെടുന്നു, കോടതി ഇടപെടുന്നു, കണ്ണിപ്പൊടിയിടുന്നു. ഇത് കണ്ടിരിക്കുന്നവർ വളരെ നന്നായി. ഇതൊരു എന്താ പറയണ്ടേ, കുട്ടികളൊക്കെ തമ്മിൽ അടിയുണ്ടാക്കുമ്പോൾ അസൂയ കൊണ്ട് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി പോലെ തോന്നിയത്. എന്താണെങ്കിലും ഇവിടെ ഈ ഡോർ എങ്ങനെ തുറന്നു പോയി? ഈ ബസ്സിൻ്റെ ഡോറിനെ വിശ്വസിച്ച് ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ആ സ്റ്റെപ്പിലൊക്കെ നിന്ന് ഡോറെ ചാരിയൊക്കെ തൂങ്ങിപ്പോകുന്ന പാർട്ടികളുള്ള നാടായത്. ഈ ബസ്സെല്ലാം ഓവർലോഡഡ് അല്ലേ? ഏത് ഡെവലപ്ഡ് കൺട്രിയിലാണ് 55 ആ സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതൽ ആൾക്കാരെ നിർത്തിയും ഒക്കെ കൊണ്ടുപോകുന്നത്? നിർത്താൻ പറ്റുന്നവരുടെ എണ്ണം പോലും ഉണ്ടാകും ചിലപ്പോൾ. ഇത്ര പേർക്ക് നിൽക്കാം, ഇത്ര പേർക്ക് ഇരിക്കാം എന്നുള്ളതായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും കൂടുതൽ കൊള്ളാവുന്ന രാജ്യങ്ങളിലൊന്നും അങ്ങനെ നിർത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരില്ല, നിന്ന് പോകത്തില്ല അവർ. അങ്ങനെ വേറെ ടിക്കറ്റ് ഫെയർ കൊടുക്കേണ്ടി വരും. ഒരേ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് പേര് ഇരിക്കുകയും കുറച്ച് പേര് നിൽക്കുകയും ചെയ്യുന്ന സംവിധാനം, കുറച്ച് പേര് തൂങ്ങിക്കിടക്കുകയും കുറച്ച് പേര് ഡോറിൻ്റെ അവിടെ നിന്ന് തട്ടി വീഴുകയും ഒക്കെ സംഭവിക്കുന്നത് വളരെ മോശമല്ലേ? അപ്പോൾ ഡോർ ഇങ്ങനെ തുറന്നു പോയി. ആ ഡോർ തുറക്കാൻ പാടുള്ളതല്ലോ. അങ്ങനെ ഒരാൾ വന്ന് തട്ടിയപ്പോൾ ഉടനെ ഡോറ് തുറന്ന് അയാൾ പുറത്തേക്ക് വീഴും, മരിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ ആ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ഡോറിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നത്? ഡോർ അങ്ങനെ തുറന്നു പോകേണ്ട കാര്യമില്ല. അങ്ങനെ ആ ഡോറ് തുറന്നതിനെ പറ്റി ഒരു അന്വേഷണമോ അല്ലെങ്കിൽ മറ്റൊരു വണ്ടിയുടെ എത്ര വണ്ടികളുടെ ഡോറിനെയും തുറന്നു പോകാം, എത്ര പേര് ഇതുപോലെ ഒന്ന് തെന്നിയാലോ ഒന്ന് തിരിഞ്ഞാലോ വണ്ടി ഒന്ന് തിരിച്ചാലോ ഒക്കെ തെറിച്ച് വീണ് മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റിയൊന്നുമല്ല. നമ്മൾ ആ ഗ്യാപ്പിൽ കയറി ഭയങ്കര സംഭവം കാണിക്കുക. അതായത് ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടർ അയാൾ ജീവൻ രക്ഷിച്ചു, അയാൾക്ക് MVD കൊണ്ടുവന്ന് പൊന്നാട അണിയിക്കുന്നു, എന്തൊക്കെ ഡ്രാമയാണ്. ഇതൊക്കെയാണ് ഡ്രാമ എന്ന് പറയുന്നത്. ഇത് കണ്ണിപ്പൊടിയാണ്. നമ്മൾ സ്വയം വിഡ്ഢികളാകുകയാണ്.
അല്ല എനിക്കറിയാൻ പറ്റും എല്ലാവരും ഇങ്ങനെയാണോ കേരളത്തിലെ? ഏത് ഇതിൽ ജീവിക്കുന്നവരാണെങ്കിലും ഏത് പദവിയിലിരുന്നാലും MPD ആണെങ്കിലും പോലീസാണെങ്കിലും പട്ടാളമാണെങ്കിലും കോടതിയാണെങ്കിലും എല്ലാവരും ഇപ്പോൾ ഇങ്ങനെയാണോ? ഒരു വളവെടുക്കുന്നു. മാത്രമല്ല ബസ്സിൽ കയറിയാൽ പിടിച്ച് നിൽക്കണമെന്ന് പോലും അറിയാത്തൊരുത്തൻ അതെന്ത് നിപ്പാ നിന്നത്? ഇങ്ങനെ ഒരു വണ്ടി ഇപ്പോൾ ബസ്സിനകത്തുനിന്ന് പുറത്തോട്ട് വീഴണ്ട അയാൾ ഒരു സഡൻ ബ്രേക്ക് ഇട്ടാൽ ബസ്സിൽ നിലം പതിച്ചാൽ മതി. പൊത്തോന്നടിച്ച് വീണ് കഴിഞ്ഞാൽ ഇതേപോലത്തെ നല്ല ഇഞ്ചുറിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് പുറത്തോട്ട് വരുന്നവൻ ചത്തുപോകാനേ അല്ല ചിലപ്പോൾ കാര്യമായ പരിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിൽ നിന്നൊരു വീഡിയോ കണ്ടു. ഒരുത്തൻ ആ ട്രെയിനിൻ്റെ വാതിൽ നിന്നുകൊണ്ട് അഭ്യാസം കാണിക്കുന്നു. 2 പോലീസുകാരുണ്ടെന്ന് പോലീസുകാരുണ്ട് അവനോട് പോട്ടെ ചാടട്ടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ രീതിയിൽ നെഗറ്റീവ് അടിക്കുന്നു. ഇയാൾക്കൊരു മാനസിക നില തെറ്റിയ മനുഷ്യനാണെന്നുള്ളത് കണ്ടാൽ അറിയാം. ഒന്നെങ്കിൽ അവനെ രക്ഷിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അവിടെ നിൽക്കാതിരുന്നതിനെ പോലും അവൻ ചാടത്തില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ആ സിറ്റുവേഷൻ കണ്ടാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റും. അത് ഏതൊരു മനുഷ്യനും മനസ്സിലാകത്തില്ലായിരിക്കും. കണ്ടു നിന്നവർക്ക് മനസ്സിലായില്ല. ഇത് ഈ വീഡിയോ കണ്ടവർക്ക് പലർക്കും അതിനകത്ത് കമൻറ്റിൽ കൂടെ കണ്ടാലും മനസ്സിലാവും. അവന്മാർക്കും കാര്യം മനസ്സിലായിട്ടില്ല. അതായത് അങ്ങനെ ഒരു മനസ്സിൽ നിൽക്കുന്ന ഒരാളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. പിന്നെ അയാളെ അവിടെ അങ്ങനെ അങ്ങ് വിട്ടിട്ടങ്ങ് പോയാൽ പോലും ചിലപ്പോൾ അവൻ ചാടത്തില്ല. അവിടെ ആരും കാണാനൊന്നും ഇല്ലെങ്കിൽ അവനെ ചെയ്യത്തൊന്നുമില്ല. അവൻ സ്ഥിരം ഇതുപോലെ ട്രെയിനിൽ കയറുന്നവനാണ്. അവൻ ചാടിയത് ചാവാനൊന്നുമല്ല, അവനെന്തോ പ്രശ്നമുണ്ട്, മാനസികമായി പ്രശ്നമുള്ള ആളാണ്. മാത്രമല്ല അതിന് അങ്ങനെ നോക്കി നിന്ന് ഒരുമാതിരി രീതിയിൽ ഇടപെട്ട് അയാൾ ചാടിയപ്പോൾ എന്തായി? ഇവന്മാരതാണോ ചെയ്യേണ്ടത്? പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ ആ സംഭവം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല. അതും അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് ആ ചെയിൻ വലിച്ചിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. അതും ചെയ്തിട്ടില്ല. നോക്കി നിന്ന് അയാൾ ചാടിക്കഴിഞ്ഞ് അവന് വട്ട എന്നുള്ള രീതിയിൽ ഇടപെടുന്നവരാണോ പോലീസുകാർ? ഈ പോലീസുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. സൈക്കോളജിയാണ് ഇവരെ പഠിപ്പിക്കേണ്ടത്. പോലീസുകാർക്ക് അറിയത്തില്ല. പിന്നെ ഒരാളെ ഹെൽത്ത് കൺസിഡർ ചെയ്തുകൊണ്ട് ഇടപെടാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ചിലയിടത്തൊക്കെ ഈ ഉന്തിയും തള്ളിയൊക്കെ വീഴുമ്പോഴൊക്കെ ആൾക്കാർ മരിച്ചു പോയിട്ട് പേരുദോഷം ഉണ്ടാകുന്നത്. ലോക്കപ്പിൽ കൊണ്ട് മർദ്ദനം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇടിച്ചാൽ എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ അതിനകത്തൊരു പേഷ്യൻ്റ് ഉണ്ടാവും. ഇപ്പോൾ മധു എന്ന് പറഞ്ഞ ആൾക്ക് എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ എല്ലാവരുടെ കൈകാര്യം ചെയ്തപ്പോൾ ആൾ മരിച്ചു പോയെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ താമസിച്ചത് പോലീസ് വണ്ടിയിൽ കൊണ്ടുപോയ സമയം കൊണ്ട് ആൾ മരിച്ചു പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ എങ്ങനെ ഇടപെടണമെന്ന് ഈ പോലീസുകാർക്ക് അറിയത്തില്ല. ഇപ്പോൾ ഈ കണ്ടക്ടറുടെ കേസ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ റെയിൽവേയിൽ നിന്ന് ചാടി അവനെ ആ ഒരു രീതിയിൽ അവനോട് സംസാരിച്ചാൽ അവൻ ചാടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഏത് സൈക്കോളജിസ്റ്റും പറയും. അത് ആ വീഡിയോ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ തോന്നും. എനിക്ക് ആ വീഡിയോ കിട്ടുവാണെങ്കിൽ ഞാൻ എനിക്ക് തപ്പിയെടുത്തില്ലാന്ന് കണ്ടിട്ടുള്ളവർ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ വലിയ നിർബന്ധമൊന്നുമില്ല. ഇവിടെ നിയമപാലകനും നിയമ സംരക്ഷകനും കോടതിക്ക് ഒന്നും താല്പര്യമില്ലാത്ത വിഷയത്തിൽ നമ്മളെന്താ പറയാൻ. എന്താണെങ്കിലും ഇവിടെ ഈ ഡോറ് തുറന്നു പോകുന്നതും അതുപോലെ തന്നെ ഒരു ബസ്സേ കയറി പിടിച്ച് നിൽക്കാതെ അവിടെ സീറ്റയിൽ ഇരിക്കാതെ തൂങ്ങി പിടിച്ച് നിന്നതും ചുമ്മാ നിൽക്കും അങ്ങ് ഫ്രീ ആയിട്ട്. അങ്ങനെ നിൽക്കരുത് ഈ വണ്ടിയിലൊന്നും. എന്തിനധികം പറയുന്നത് ബസ്സേ സീറ്റ് ബെൽറ്റ് ഇട്ട് വേണം ഇരിക്കാൻ എന്നുള്ള കാര്യം ആർക്കൊക്കെ അറിയാം? ഈ നാട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ അങ്ങനെ സങ്കല്പത്തിൽ സ്വപ്നത്തിൽ പോലും നിങ്ങളുടെ ഏതെങ്കിലും വൈൽഡസ്റ്റ് ഡ്രീംസിൽ എവിടെയെങ്കിലും ഒരു ബസ്സിനകത്ത് സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഗൾഫിലാണോ അങ്ങനെ ഇരിക്കുന്നുണ്ടോ? ചിന്തിച്ച് നോക്കൂ. ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ വന്ന ഒത്തിരി പേരുണ്ടല്ലോ. ഗൾഫിലൊക്കെ അമേരിക്ക വരെ പഠിക്കാൻ പോയേക്കാം മന്ത്രിമാരൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ. എന്നിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല. കാറിൽ 4 പേരിരുന്ന 4 പേര് 5 പേരാണ് 5 പേരും സീറ്റ് ബെൽറ്റ് ഇട്ടായിരിക്കേണ്ടത്. അതുപോലെ ബസ്സിലും ഉണ്ട് സീറ്റ് ബെൽറ്റ്. ബസ്സിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത വാഹനമല്ല. മനസ്സിലായോ? കൊള്ളാവുന്ന ബസ്സിൽ കൊള്ളാവുന്ന രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ കയറി കഴിഞ്ഞാൽ ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇടാൻ സമയം കൊടുക്കാതെ ഡ്രൈവർ വണ്ടി എടുത്താൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ഡ്രൈവർക്കും ആ കമ്പനിക്കുമാണ്. ആ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ഏതാണോ അവർക്ക് നല്ലപോലെ ഫൈൻ അടിക്കും, ഇയാൾക്ക് ഇൻഷുറൻസ് കിട്ടും. അങ്ങനെ പല പരിപാടികളുണ്ട് കൊള്ളാവുന്ന രാജ്യങ്ങളിൽ കേട്ടോ. നമ്പർ 1 ലോകത്തിലെ ഏറ്റവും സംസ്കാര സമ്പന്നനായ മനുഷ്യർ ജീവിക്കുന്ന രാജ്യത്തല്ല, സംസ്കാരം ഇല്ലാത്ത ആണും പെണ്ണും കഴിഞ്ഞാടി നടക്കുന്ന എവിടെ നിന്നും ചുംബിക്കുകയും എന്തൊക്കെയോ വേഷം ധരിക്കുന്ന അങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? അവിടെയൊക്കെ ഇവിടെ ഉള്ളവന്മാർ കൂടുതൽ നോക്കുന്നത് എങ്ങോട്ടാണ്? ഇതൊക്കെയാണ് നോക്കി കാണുന്നത്. ഇവിടെ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, അയാളെ ഞാൻ താത്തി പറഞ്ഞല്ല. ഈ കണ്ടക്ടർ ചെയ്ത് വലിയൊരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നശിച്ച രാജ്യത്ത് ഇങ്ങനെ സൂപ്പർ നാച്ചുറൽ പരിപാടികൾ അല്ലെ എന്താ പറയുക സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വേണം അല്ലേ? ശരിയല്ലേ? എല്ലാവരും അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട. അല്ലാതെ ഘട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇരിക്കത്തില്ല കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ ഈ ആളങ്ങനെ നിൽക്കാൻ പാടില്ല. പിന്നെ വേറെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്, ഇവൻ വീഴുമ്പോഴും ഇവൻ്റെ മൊബൈലിൽ നിന്ന് പിടിവിടുന്നില്ല. ജീവനേക്കാൾ വിലയുള്ള മൊബൈൽ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയത്തില്ല. അയാൾ ആ കൈ ഫ്രീ ആണ്. അയാളെ കൈ കൊണ്ട് ഇങ്ങനെ ഇറുക്കിയൊക്കെ പിടിച്ചേക്കും, കഷമൊക്കെ കൊണ്ട് പിടിക്കുക. ആദ്യം മൊബൈൽ കയ്യിൽ നിന്ന് വിട്ടു പോകാത്ത എന്തുകൊണ്ട്? അയാൾ വീഴുമ്പോൾ പോലും ഈ മൊബൈലിൽ നിന്ന് പിടിവിടുന്നില്ല. അയാളുടെ രണ്ടാമത്തെ കൈ ഫ്രീ ആയാൽ ചിലപ്പോൾ അയാൾക്ക് കുറച്ചുകൂടി ഈ കണ്ടക്ടർ പിടിച്ചില്ലെങ്കിൽ പോലും രക്ഷപ്പെടാം. ഇനി കണ്ടക്ടർ അവിടെ ഇല്ലാതെന്ന് കരുതുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും അയാളുടെ ഒരു കൈ ഫ്രീ ആയതുകൊണ്ടും കൂടിയാണ് അയാൾ താഴേക്ക് പോകുന്നതെങ്കിലും അയാൾ സേവ് ചെയ്യുന്നത് ഒരു മൊബൈൽ മാത്രമാണെങ്കിലോ മരിച്ചു കിടക്കുമ്പോഴും കൈ മൊബൈലുണ്ടാവും. മൊബൈലൊന്നും പറ്റിയില്ല, വീട്ടുകാർക്ക് ഉപയോഗിക്കുക അല്ലേ? അതാണല്ലോ മനുഷ്യൻ്റെ വിലയേക്കാൾ കൂടുതൽ വിലയുള്ള മൊബൈലൊക്കെ കൈ പിടിച്ചുകൊണ്ട് ആൾക്കാർ ഇരിക്കുന്നത്. മൊബൈലിന് വിലയില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ജീവനില്ലെങ്കിൽ പിന്നെ ആ മൊബൈൽ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ശരിയാവും, ജീവനില്ലെങ്കിലും മൊബൈൽ കൊണ്ട് പ്രയോജനം ഉണ്ടാവും. അത്രയും പറയാൻ ഇവനെ കൊണ്ട് ഉണ്ടാകത്തില്ലേ? എന്താവും ധരിച്ചു വെച്ചിരിക്കുന്നവനെ പറ്റി? അത് ശ്രദ്ധിച്ചില്ലേ നിങ്ങളാരും? എവിടെയെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തും എടുത്തെറിഞ്ഞിട്ട് നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ളൊരു ഇത് നോക്കുന്നില്ല. അയാൾ വീഴുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒന്നാമത് ആ ഡോറ് തുറന്ന് പോകുന്നതിന് വിചാരിക്കുന്നില്ല. അങ്ങനെ ഡോറ് തുറന്ന് പോയതായിട്ട് അയാൾക്ക് അറിയത്തില്ല. ഇനി എല്ലാവർക്കും മനസ്സിലായി. ഇതിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. അല്ലാതെ അയാളെ ഈ കണ്ടക്ടറേയും കൈയടിച്ചുകൊണ്ടിരുന്നാൽ എല്ലായിടത്തും ഈ കണ്ടക്ടർ ഇല്ല. ഒന്നാമത്തെ കാര്യം, കണ്ടക്ടർ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഒരു ഇഞ്ച് ഇങ്ങോട്ടോ നീങ്ങിയിരുന്നതിൽ അപ്പെടുത്ത് നടക്കത്തില്ല. ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചാണ്. അല്ലാതെ ഒരാളുടെ വലിയൊരു കഴിവായിട്ടൊന്നും അങ്ങനെ പ്രശംസിക്കാനും വേണ്ടിയുള്ള സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു ആക്ടിന് ആ സമയത്ത് കൊള്ളാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഓക്കെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണെങ്കിൽ പോലും യാദൃശ്ചികമാണത്. അത് പ്ലാൻഡോ അല്ലെങ്കിൽ ട്രെയിൻഡോ ആയിട്ടുള്ളൊരു സംഭവമല്ല.
നമ്മൾ പ്ലാൻഡ് ആൻഡ് ട്രെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഇത് അപ്രിസിയേഷൻ കൊടുക്കണം, ശരിയാണ്, എല്ലാവരും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര ഭാഗ്യം അയാൾക്ക്, അയാൾ ആ സമയത്തോടെ ഉണ്ടാകുന്നത് ഭാഗ്യം തന്നെയാണ്. ഭാഗ്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, എങ്കിൽ പോലും അത് യാദൃശ്യമായിട്ട് സംഭവിച്ചപ്പോൾ വളരെ നല്ലൊരു കാര്യം സംഭവിച്ചു, അങ്ങനെ വേണം പറയാൻ അല്ലേ. ഇനി ഏതെങ്കിലും തരത്തിൽ ഇനി ദൈവത്തിൻ്റെ കരങ്ങളാണോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിശ്വാസികൾക്കൊക്കെ സമാധാനിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങൾ: ഡോർ തുറക്കാൻ പാടില്ല, ആ കയ്യിലുള്ള മൊബൈലും പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കാൻ പാടില്ല. പിന്നെ ഏതെങ്കിലും വണ്ടിയൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇരിക്കുകയോ ഗ്രിപ്പുള്ള രീതിയിൽ നിൽക്കുകയോ എടുത്തടിച്ച് വീഴാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. സഡൻ ബ്രേക്കൊക്കെ ഇവിടെ വണ്ടികളിൽ സ്ഥിരമായിട്ടും സംഭവിക്കും. വേണേൽ കൂട്ടിയിടിച്ചാൽ പോലും പുറകെ നിൽക്കുന്നവന് അപകടം ഇല്ലായിരിക്കണം എന്നുണ്ടെങ്കിൽ പിടിച്ചിരിക്കണം. മറ്റേ സീറ്റ് ബെൽറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് സീറ്റ് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിടിച്ചിരിക്കണം, കൈയൊന്നും പിടിച്ചിരുന്നത് നല്ലതായിരിക്കും. ഒത്തിരി ലോങ് ഡിസ്റ്റൻസിൽ അത് പറ്റത്തില്ല, ഉറങ്ങിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. പക്ഷേ എങ്കിൽ പോലും കയറി കഴിഞ്ഞാൽ ആ ടിക്കറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണം. ആളില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒത്തിരി ആൾ തിങ്ങി നിൽക്കുവാണെങ്കിൽ നമ്മൾ കൈ പിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങോട്ട് ഉന്തിയാലും കൂടെ അവിടെ ഇങ്ങനെ നിന്നോളും. ഇതാളില്ലെങ്കിൽ ഉറപ്പായിട്ടും വീഴും ഈ ബസ്സിലൊക്കെ. അത് മുന്നോട്ടോ പുറകോട്ടോ വീഴാനുള്ള സാധ്യതകളുണ്ട്. കമ്പിയാണ്, ഇരുമ്പാണ്, തട്ടിത്തടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമായ പരിക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. മോന്തയടിച്ച് വീണ് കഴിഞ്ഞാൽ മന്ദബുദ്ധിയാകാൻ ഒരു സാധ്യതയുള്ള, അല്ലെങ്കിൽ തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ട ഒരു ഭ്രാന്തനെ പോലെ നടക്കാൻ സാധ്യതയുള്ള ഒരു അപകടമാണ് ഈ വീഴ്ച. അത് എവിടെ നിന്നാണേലും നമുക്ക് എല്ലാവർക്കും സംഭവിക്കാം. എങ്കിൽ പോലും മാക്സിമം ഇത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ MVD വന്നിട്ട് ഇത്രയും കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയാതെ വളരെ സന്തോഷമായി പൊന്നാട അണിയിക്കുന്നത് കണ്ടപ്പോൾ. എന്നാലും മറ്റു കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഒരിടത്തും പറയാതിരുന്നതിൽ ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. കാരണം ഇത് അവരുടെ പണിയല്ല എന്ന് മനസ്സിലായില്ലേ. പൊന്നാട അണിയിക്കലൊക്കെ ഓക്കെ, അത് അതിൻ്റെ സെക്കൻഡറിയാണ്. ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട്, പിന്നെ ഞാനിപ്പോൾ അവരെപ്പോഴും ഇഗ്നോർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓവർലോഡഡ് ആയിട്ട് നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ്സും പ്രൈവറ്റ് ബസ്സും ടിപ്പർ ലോറിയും തടി ലോറിയൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ഗുഡ്സ് കാരേജ് വെഹിക്കിളൊക്കെ ലിമിറ്റിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ വെയിറ്റ് കൊണ്ടും ഹൈറ്റ് കൊണ്ടും ലെങ്ത് കൊണ്ടും കയറ്റിക്കൊണ്ട് പോയിട്ട് ഒരു എന്താ പറയുക, ഒരു റിഫ്ലക്ടർ പോലും പിടിപ്പിക്കാതെ പല വണ്ടികൾ ഇടിച്ച് കയറി പലരും മരിച്ചിട്ടുമില്ലാത്ത ഒരു പ്രത്യേക ശ്രദ്ധ സഞ്ജു ടെക്കിയുടെ കാറിനകത്ത് വെള്ളത്തിനുണ്ട് എന്ന് കണ്ടെത്തുമ്പോൾ അതിനകത്ത് കോടതിയൊക്കെ ഇടപെടുവാന്ന്. ഇത്രയേറെ ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാൽ എത്ര പേര് മരിച്ചിട്ടുണ്ട്. ഓവർ സ്പീഡും റാഷ് ഡ്രൈവിങ്ങും ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തടത്ത് ഓവർടേക്കിങ്ങും വളവിനും കേഴ്സിനും എല്ലാം ഓവർടേക്ക് ചെയ്യുന്ന ഈ വണ്ടികളെ നിയന്ത്രിക്കാതെ മനുഷ്യൻ ഡെയിലി മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വഭാവം മാറ്റാൻ ഒരു തരത്തിലുള്ള ശ്രമങ്ങൾ പോലും നടത്താത്ത അവരെയൊക്കെ ഇതിപ്പോഴും അഴിച്ചിട്ട് വിട്ടേക്കുക. ഇതെല്ലാം ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക. ഇവർ കാണുന്നില്ലെന്ന് പറയരുത്, സാധാരണക്കാരെല്ലാം കാണുന്നുണ്ട്, വീഡിയോകൾ ഇഷ്ടം പോലെ. എന്നിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റാതെ ഏറ്റവും വലിയ കുറ്റവാളിയായ സഞ്ജു ടെക്കിയുടെ ക്രൈം കണ്ടെത്തുകയും അതിന് ശാശ്വതമായൊരു പരിഹാരം, ഇതൊന്നും ആരും ചെയ്യുന്ന പണിയൊന്നുമല്ല എന്നാൽ. പിന്നെ ഇന്നിപ്പോൾ സഞ്ജു ടെക്കി നാളെ എല്ലാവരോടൊക്കെ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല ഇത്. ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായ അല്ലെങ്കിൽ ഈ പറഞ്ഞ റോഡ് ട്രാഫിക്കിനെതിരായിട്ടുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇനി അബദ്ധം പറ്റുന്നതല്ല ഇത്. പലതും അബദ്ധങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പക്ഷേ മറ്റേത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതും മനഃപൂർവ്വമല്ലാത്തതുമായ ചില ലംഘനങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന, എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഉള്ള ഒരു പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രബുദ്ധരായ വലിയ ഉദ്യോഗസ്ഥന്മാരായ ഭയങ്കര പഠിച്ച് വലിയ പദവികളൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും ഇതൊക്കെ. മിനിമം ഇത്രയൊക്കെ ശ്രദ്ധിക്കണ്ടേ അല്ലേ? എന്താ ഇത്, ഹെൽമെറ്റ് വെച്ചാൽ മതിയോ? റോഡ് എങ്ങനെ കിടക്കുന്നത്? എന്ത് സ്പീഡിലാണ് ഇവർ പോകുന്നത്? അയ്യോ, എന്തോ ഒരു വണ്ടിയാ റോഡിൽ. ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഞാൻ ആ കൊച്ചി കിടന്ന് കറങ്ങുന്നതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം. അവിടെ ഓവർടേക്കിംഗ് റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ എല്ലാ വണ്ടി ഓവർടേക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ഹെവി എക്യുപ്മെൻറ്റ്സ് ഓവർടേക്ക് ചെയ്യുന്ന ബോർഡ് വെച്ചേക്കുന്ന അടി കൂടെ 10,000 രൂപ ഫൈനെന്ന് എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഒറ്റ എണ്ണം ഓവർടേക്ക് ആയിരിക്കത്തില്ല. ബസ്സുകാരൊക്കെ കുറുകയൊക്കെ കിടക്കുന്നതാണ് ഇടയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന പോലെ. ഇതെല്ലാ ദിവസം കാണുമല്ലേ. ഇവരെയൊക്കെ കുറച്ച് പേരെ പിടിച്ചിട്ട് ഇത്തിരി ഓവർടേക്കിങ്ങും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വട്ടം തിരിക്കലും ഒക്കെ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ചില ബൈക്കുകാരുടെ ഭയങ്കര എന്താ പറയുക കെയർലെസ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സ്റ്റൈലൂടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇവിടെ ആക്സിഡൻറ്റ്സ് കുറയും. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് വളരെ ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ട്രാഫിക് മൊത്തം ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ടൈപ്പ് വണ്ടികളാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സും ഈ ട്രാൻസ്പോർട്ട് ബസ്സൂടെ പോയി കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ടും തിരിച്ചും കൊണ്ട് കുറേ ബ്ലോക്ക് ഉണ്ടാക്കി തരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പള്ളി ഒരെണ്ണമുണ്ട്. അത് കാരണം പള്ളിക്കാരിറങ്ങി പുറത്തേക്കും ആഘോഷം നടത്തും, റോഡ് മുഴുവൻ ബ്ലോക്കാവും. എന്തെങ്കിലും റാസയോ മറ്റേ എഴുന്നള്ളിപ്പോ എന്തെങ്കിലുമൊക്കെ നടത്തുമ്പോൾ ഇതൊക്കെ ഭയങ്കര നല്ല കാര്യങ്ങളാണല്ലോ. സഞ്ജു ടെക്കിയുടെ വെള്ളം കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഉള്ള കാര്യം പറയല്ലോ. എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി, ഏതെങ്കിലും വണ്ടി ബ്ലോക്കായോ, എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചോ, ആർക്കാ ബുദ്ധിമുട്ടുണ്ടായത് എനിക്കറിയത്തില്ല. അവൻ വീഡിയോ എടുത്തില്ല എന്ന് ആരും അറിയത്തൊന്നുമില്ല. ഇത് അങ്ങനെ അറിഞ്ഞത്, കണ്ടുപിടിച്ചൊന്നുമല്ല. അവൻ ഡെയിലി ഇവിടെ നടക്കുന്ന അല്ലേ പോട്ടെ ഇത്രയും മയക്കുമരുന്ന്. ഇവിടെ ഈ കഞ്ചാവടിക്കാരെയും അല്ലെങ്കിൽ ഇത്ര ഗ്രാം കൈ പിടിച്ച് കുറച്ച് സാധനമായിട്ട് പൊക്കുന്നവന്മാരാണ് കഞ്ചാവ് മാഫിയ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് കുറേ മനുഷ്യരുണ്ട്. അതാണ് ഒരു ഡ്രഗ് ലോഡ് എന്ന് പറഞ്ഞ സാധനമില്ലേ. ദൈവം ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും വിശ്വാസം. എല്ലാം ഒരിടത്തുണ്ട്, ഇതിനൊക്കെ മുന്നിൽ ഒരാളുണ്ട്. പക്ഷേ ഡ്രഗ്സുമായി റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഡ്രഗ് ലോഡ് ഇല്ല. കേരളത്തിലെങ്ങും ഇല്ല. ഇന്ത്യയിൽ എവിടെ നിങ്ങൾ ഡ്രഗ് ലോഡ്സിനെ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഒടുക്ക് കച്ചവടക്കാരും എല്ലാം ഇങ്ങേറ്റത്ത് നിൽക്കുന്ന ഒരു കണ്ണി മാത്രമാണ്. എന്നും കണ്ണികളേ ഉള്ളൂ. കണ്ണിയിൽ നിന്നും മുകളിലേക്ക് ഒരു കണ്ണിയിലേക്ക് പോലും ഇതുവരെ അന്വേഷണവും പോയിട്ടില്ല, കണ്ടെത്തിയിട്ടുമില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ എന്തോ ഈ 5 കിലോയും 10 കിലോയും ആണോ ഈ കേരളത്തിൽ വരുന്നത്? ഇതൊക്കെ പറഞ്ഞ് ആരെയും പറ്റിക്കുന്നത്? ഇവിടെ കുറേ പേരുണ്ട് ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ. ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇതിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കോടികൾ ലാഭം ഉണ്ടാക്കുന്ന ആ ബിസിനസ്സുകാരനെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ പറ്റി എന്തെങ്കിലും ഒരു ധാരണയെങ്കിലും ഉണ്ട് സാധാരണക്കാർക്ക്?
ഇവിടുത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം, സമൂഹവും പോലീസും ഒക്കെ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ കോടതി അങ്ങനെ തന്നെ ആയിരിക്കും, ചിലപ്പോൾ നിയമവും അങ്ങനെയൊക്കെ ആയിരിക്കും. സമൂഹം ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ സമൂഹം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, സമൂഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും നാട്ടിൽ നിന്ന് ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ ഈ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ഈ ജയിലില്ലാതായി കുറ്റവാളികൾ കുറഞ്ഞു എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുകയും അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ട ചികിത്സയോ സഹായമോ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ക്രിമിനൽസ് ഉണ്ടായി കഴിയുമ്പോൾ ആ ക്രിമിനൽസിനെ ശിക്ഷിക്കണം, അവനെ ശിക്ഷിച്ച് ആനന്ദിക്കണം, തലവെട്ടണം, കൈവെട്ടണം എന്നൊക്കെ പറയുന്ന കാടൻ സംസ്കാരത്തിൽ നിന്ന് തൊട്ട് മുന്നോട്ട് വരാത്ത ഒരു ജനമാണ് നമ്മൾ. അതുകൊണ്ട് അതിൽ കൂടുതൽ ആലോചിക്കാൻ ഇവിടുത്തെ നിയമത്തിനോ നിയമപാലകർക്കോ നിയമ സംവിധാനം ഉണ്ടാക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ പ്രബുദ്ധ മലയാളികൾക്കോ സാധിക്കത്തില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എവിടേക്കാണ്? കല്യാണം, വീട്, കണ്ടിട്ടില്ലേ വീട്, പിന്നെ അമ്പലം, പള്ളി. റിലീജിയൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പ്രാർത്ഥിച്ചാൽ ഡ്രഗ് മാഫിയ നിൽക്കൂടെ? ഇല്ല. പ്രാർത്ഥിച്ചാൽ ഇവിടുത്തെ റോഡ് നന്നാവുമോ? ഇല്ല. ശബരിമലയിലോട്ട് കോടികൾ വന്നു പറഞ്ഞേക്കണം. അതിൽ കൂടുതൽ മദ്യവെച്ചാൽ ചിലപ്പോൾ ശരിയാവും കേട്ടോ, കാരണം ഗവൺമെൻറ്റിനുള്ള റവന്യൂ ഒന്നതാണ്. പക്ഷേ അവിടെ കൊടുത്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ പള്ളികളും അമ്പലങ്ങളും എല്ലാം കൂടെ ഇരുന്ന് ഈ നാട്ടുകാർ കൊണ്ട് കാശ് കൊടുക്കുക. അത്രയും പൈസ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡിമാൻഡ് ചെയ്യണം, പോലീസിന് കുറച്ചുകൂടെ ഫെസിലിറ്റികൾ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പിന്നെ നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതേണ്ട ഒരുപാട് നശിച്ച പഴഞ്ചൻ സംഭവങ്ങൾ കിടപ്പുണ്ട്. പിന്നെ ഈ പഴയ ആൾക്കാർ കുഴപ്പക്കാരാണ് എടുത്ത് കളയാൻ പറ്റണം, അത്രയേ ഉള്ളൂ. കൂടുതലൊന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ഈസി ആയിട്ട് ഇത് നടത്താൻ പറ്റും. ഒറ്റ ഒരു കാര്യമുള്ളൂ, ട്രാൻസ്പെറൻസി. ആ ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്തുകൊണ്ടൊരു വെബ്സൈറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏവർക്കും സ്വാഗതം. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, കയറി നോക്കിക്കോ, അപ്പോൾ മനസ്സിലാവും. അതിപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ, സെമിനാറുകൾ കേരളമെമ്പാടും നടത്താൻ പോവാം. കറപ്ഷൻ എന്ന് പറയുന്ന സാധനം സീറോ ആക്കാൻ പറ്റും. ആരെങ്കിലുമൊക്കെ സഹായിക്കുമോ സഹകരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനത് കാണിക്കും. വെറുതെ കാണും, എങ്ങനെ ഇരിക്കണം എന്ന് പറ, അല്ലാതെ വേറെ ഒന്നും പറയാം. പലർക്കും മനസ്സിലാവുന്ന പോലുമല്ലോ. ഞാൻ കുറേ നാളുകളായിട്ട് ഇത് പറയുന്നുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒരു വർഷം ഞാനിത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അധികം പേർക്ക് അങ്ങോട്ട് മനസ്സിലാവാത്ത പോലെ ഇരിക്കുന്നു. പലരും പേടിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ പ്രൊമോട്ടായി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കോഞ്ഞാട്ടി ആവുമോ, ഞാൻ മറ്റേ പിൻവാതിൽ നിയമനത്തിലൂടെ വന്ന ആളല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഈ കള്ളപ്പണമില്ലേ, ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്രൈമോ അല്ലെങ്കിൽ ചീറ്റിങ്ങോ മറ്റോ എന്തോ ആണെന്ന് സംശയിക്കുന്നവരാണ് കൂടുതൽ പേര്. അങ്ങനെയുള്ളവർക്ക് പലർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ പലർക്കും അത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള ആ ഒരു വിദ്യാഭ്യാസമോ നിലവാരമോ എത്തിയിട്ടില്ലെന്നൊക്കെ എനിക്ക് തോന്നിയത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയല്ല അതിൻ്റെ റെസ്പോൺസ്. പക്ഷേ അത് വളരെ കുറവാണ്, മോശം റെസ്പോൺസാണ് കിട്ടിയത്. എന്താണെങ്കിലും നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചെയ്ത് പറച്ചിലൊക്കെ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ട് KSRTC നഷ്ടത്തിലാണ്. ഇത് ലാഭത്തിലാക്കാൻ പറ്റാത്ത കേസൊന്നും ആയിരിക്കത്തില്ല. ഞാനിപ്പോൾ അതിൽ ഒരുത്തനി കഴിഞ്ഞിടയ്ക്ക് ഒരു ബിസിനസ് മോട്ടിവേറ്റർ എന്ന് പറഞ്ഞവൻ തെണ്ടികളാണെന്നൊക്കെ പറഞ്ഞ് അവൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്. പലർക്കും എന്തോ കിട്ടിയെന്ന് അവൻ പറഞ്ഞപ്പോൾ നടന്നു എന്നൊക്കെ തെറ്റിദ്ധരിച്ച ആൾക്കാരേ ഉള്ളൂ. സത്യത്തിൽ അങ്ങനെയല്ല ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കളുടെ ഓഫീസുകളും അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിലും അവർക്കുണ്ടാകുന്ന മുഴുവൻ കൺസ്ട്രെയിൻസും മാറ്റി അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ, മനസ്സിലായി, ചുമ്മാ ഇങ്ങനെ അത്ഭുത സൊല്യൂഷൻ അല്ല ഉണ്ടാക്കുന്നത്. പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന സാധനം ഉണ്ട് പലതിനും. അത് ഈ വന്ന കാലത്തെ പെർമനൻറ്റ് സൊല്യൂഷൻ ആയിരിക്കത്തില്ല, ചിലപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് അഡ്വാൻസ് ടെക്നോളജി വന്നാൽ അതിലേക്ക് എത്തണം, ആ സൊല്യൂഷൻ അവിടെ അപ്ലൈ ചെയ്യണം. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ AI വരുവാണെങ്കിൽ അതിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ആ സൊല്യൂഷൻ എടുത്ത് അപ്പുറത്തോട്ട് വെച്ചിട്ട് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആവത്തേ ഉള്ളൂ, ബുദ്ധിമുട്ട് കൂടത്തില്ല. ഇപ്പോൾ കുറച്ചുകൂടെ എന്താ ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ AI വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആവുന്നേ ഉള്ളൂ, മനസ്സിലായോ? അങ്ങനത്തെ സൊല്യൂഷൻസൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. ഞാനിത് പലർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് സ്ഥലത്ത് പോയി ചെയ്ത് അതിൻ്റേതായ കുറച്ച് മെനക്കെട്ട് ഒരു 3 മാസമൊക്കെ പോകും. നമ്മുടെ അതിനുള്ള പൈസ ഒന്നും കിട്ടുന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഇറങ്ങി കിടന്ന് ഇതേപോലെ ഇതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്കീമാണ് ശരിക്കും ഞാനീ പറഞ്ഞത്. പല കമ്പനികളിലും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങൾക്കും എന്താണ് അവർക്ക് നഷ്ടം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇവർക്ക് പാളിയത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ പോരായ്മകൾ, എവിടെയൊക്കെയാണ് കൂടുതൽ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് സ്റ്റഡി നടത്താനാണെങ്കിൽ കുറഞ്ഞൊരു 3 മാസം കമ്പനിയിൽ എനിക്ക് ഇരിക്കേണ്ടി വരും. ഞാനതിരുന്ന് അതിനകത്ത് ആ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് നടപ്പിലാക്കിയിട്ടേ പോകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് KSRTCയുടെ കാര്യമൊക്കെ. പിന്നെ വേറെ പ്രശ്നമുള്ള യൂണിയനും മറ്റു കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ പിരിച്ചു വേണ്ടി വന്നാൽ അത് സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ ഈ അൺപ്രൊഡക്റ്റീവായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റത്തിന് വിരുദ്ധമായി നിൽക്കുന്നവർ, ഈ തൊഴിലിന് പോലും ഒട്ടും ആപ്റ്റല്ലാത്തവർ, അങ്ങനെയൊക്കെ പറയുന്നവരെ പറഞ്ഞു വിടാൻ പറ്റാത്ത അവസ്ഥ വലിയൊരു മോശം അവസ്ഥ തന്നെയാണ് നാട്ടിൽ. അതായത് ഇവിടുത്തെ ഒരു ധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ 1000 പേര് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 100 പേരെ പറഞ്ഞു വിട്ടാൽ ബാക്കി 900 എന്നല്ല 900, എനിക്ക് 900 ആണോ 900 അത്രയും പേർക്കും ജോലി നിലനിൽക്കുകയും ആ സ്ഥാപനം പൂട്ടിപ്പോയിരിക്കുകയും ചെയ്യുന്ന ഒരു ആക്ഷനാണ് നമ്മൾ ഈ 100 പേരെ പറഞ്ഞു വിടുന്നതെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം. ആ പറഞ്ഞ 100 പേര് ഇതിന് ആപ്റ്റ് അല്ലാത്തവരായതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ചെന്ന് അവർക്ക് ശോഭിക്കാനുള്ള അവസരം കൂടിയാണിത്. അല്ലാതെ 100 പേരെ പറഞ്ഞു വിടരുത്, 1000 പേരും ദുരിതത്തിലാവട്ടെ, കമ്പനിയും പൂട്ടിപ്പോകട്ടെ എന്ന ഒരു നയം വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ പലതും നടക്കാതെ പോകുന്നതും പൂട്ടിപ്പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, എന്തെങ്കിലും തരത്തിലൊരു ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിനോ ഒരു ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയുക ലാഭം കുറഞ്ഞു, നഷ്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എംപ്ലോയീസിനെയും പറഞ്ഞു വിടാൻ പറ്റത്തില്ല, ഇത് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല, പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റത്തില്ല, കൂട്ടാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇതിന് പ്രത്യേക ലോക്കിൽപ്പെടുമ്പോൾ മുതലാളിയെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വേണ്ട മുതലാളി ഒരു 10 പേരെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ളതല്ല, മുങ്ങുവാണ് എല്ലാവരുടെ മുക്കിയിട്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്നൊരു സാധനം മലയാളികളുടെ തലയ്ക്കകത്തുണ്ട്. തലയ്ക്കകത്ത് മാത്രമല്ല, ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. ഗൾഫിൽ അത് പറ്റത്തില്ല. അതുകൊണ്ട് അവിടുത്തെ കമ്പനികൾ കൂട്ടിയിട്ടില്ല. അവിടെ ഇപ്പോഴും നല്ല രീതിയിൽ പിന്നെയും അടുത്ത് വന്ന് കയറി പോയി എല്ലാവർക്കും ജോലി സാധ്യത കൂടുതൽ ഇവിടെ കേരളത്തിലെ കൂടുതൽ ഗൾഫിലാണ്, അല്ലേ? ശരിയല്ലേ? അവിടെ ഇതില്ല, അങ്ങനത്തെ ഒരു ധാരണയില്ല. നമ്മൾ
സമരം ചെയ്യേണ്ടത് ആവശ്യമുള്ള കാര്യങ്ങൾക്കും ഒക്കെയാണ് ആവശ്യം തിരിച്ചറിയണം. അല്ലാതെ ചുമ്മാ വികാരമല്ല. സമരം എന്ന് പറയുന്നത് ഇവിടെ പലതും വികാരമാണ്, അല്ലെങ്കിൽ വാശിയാണ്. പിന്നെ പാർട്ടി മറ്റൊരു പാർട്ടിയോടാണ് സമരം ചെയ്യുന്നത്, അല്ലാതെ മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല കൂടുതലും. ഇവിടെ ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ നടന്നേക്കുന്ന സമരങ്ങളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റൊരു പാർട്ടി ഇപ്പോൾ പ്രതിപക്ഷത്തിനെ എതിർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണോ നിർബന്ധമൊന്നുമില്ല. അങ്ങനത്തെ ഒരു തരത്തിലേക്ക് രാഷ്ട്രീയം മാറിയപ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ ചിന്താഗതി അങ്ങനെ ആയപ്പോൾ പറ്റിയ നഷ്ടങ്ങൾ കുറേ ഉണ്ട്. യൂണിയനുകൾ അത്രയ്ക്ക് സ്വാർത്ഥരാണോ? അങ്ങനെ ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ ഇതിന് മുമ്പുണ്ടായത് എന്താണ്, എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ ചെക്ക് ചെയ്യണം. ഇതിനു മുമ്പ് ഇവരെന്താ ചെയ്തതെന്ന് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് സ്വാർത്ഥ താല്പര്യമാണോ, പൊതു താല്പര്യമാണോ, അതോ ഇനി എന്തെങ്കിലും മറ്റു താല്പര്യമാണോ, വിദേശ താല്പര്യമാണോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഡോർ തുറക്കാൻ അങ്ങനെ തുറന്നു പോകാൻ പാടില്ല കേട്ടോ MVD. പിന്നെ അതുപോലെ തന്നെ പിടിച്ചിരിക്കണം. യാത്രക്കാരനോട് പറയാനുള്ളത് നിങ്ങൾ പിടിച്ചിരിക്കുക. പിന്നെ കണ്ടക്ടറോട് പറയാനുള്ളത് ആളെ അങ്ങനെ നിർത്തരുത്, മനസ്സിലായി? അയാൾ ഇരിക്കാനോ അല്ല പിടിച്ച് നിർത്താനോ ഉള്ള സെറ്റപ്പ് ഡോറിൻ്റെ അവിടോട്ട് ആരും നിർത്തരുത്. അത്രേ ഉള്ളൂ പറയാൻ. ഇത്രയൊക്കെ ചെയ്യണം. പൊന്നാട പോരാ, തീരെ പോരാ. പൊന്നാട ഒട്ടും പോരാ കേട്ടോ. പൊന്നാട പോരാ.